ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സിമ്പിൾ ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പായസമോ ഫ്രൂട്ട് സലാഡൊക്കെയാണ് എല്ലാവരും തയ്യാറാക്കുന്നത് അല്ലേ. അത് എളുപ്പം എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. ജെലാറ്റിനൊക്കെ ചേർത്ത് പുഡിംഗ് ഉണ്ടാക്കാൻ പ്രയാസമെന്ന് വിചാരിച്ചിട്ട് പലരും അത് മടിക്കാറുണ്ട്. ബ്രെഡും ബട്ടറും വെച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിൾ പുഡിംഗ് തയ്യാറാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 മുട്ട വേണം. അത് റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ എടുക്കണേ. അതുപോലെ തന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാനാണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. അതെന്തായാലും ചെയ്യണം. ഇനി മെൽറ്റഡ് ബട്ടർ 1/2 കപ്പ്. നമ്മുടെ ബട്ടർ വാങ്ങിയിട്ട് ഒരു 75 ഗ്രാം വേണ്ടി വരും 1/2 കപ്പ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു 200 ml പാലും കൂടെ ചേർക്കണം. അതും ഫ്രിഡ്ജിൽ വെച്ച പാല് വേണ്ട കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൽ ചെയ്താൽ മതി. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട, ഒന്ന് അലിഞ്ഞ് കിട്ടണം പഞ്ചസാര, അത്രയും മതിയാകും. ഇനി നമുക്ക് ഇത് ഒരു കേക്ക് ടിന്നിലോട്ട് ഒന്ന് ഒഴിക്കാം. ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാൻ എൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തത്. അതിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഒരു 6 സ്ലൈസ് ബ്രെഡ് ഞാൻ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ ആഡ് ചെയ്യേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കതങ്ങ് ഒരു ഈവനായിട്ട് ഇട്ട് കൊടുക്കാം, എല്ലായിടത്തും ഒരുപോലെ വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ റൗണ്ട് ഷേപ്പ് പാത്രമാണെങ്കിൽ അതും മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മുട്ടയുടെ മിശ്രിതം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് റേസിൻസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാൻ റേസിൻസാണ് ഇട്ട് കൊടുത്തത്. ഇതെന്തായാലും ചെയ്യുക, അപ്പോൾ ഒരു ഭംഗി കിട്ടും. പിന്നെ ഒരു അല്പം ബ്രൗൺ ഷുഗർ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന്. അത് വേണമെന്നില്ല, ഞാൻ വെറുതെ വീട്ടിലുള്ളത് കൊണ്ട് മാത്രം അത് ചെയ്തെന്നേ ഉള്ളൂ. എനിക്കിതില്ലെങ്കിൽ സാധാരണ പഞ്ചസാര മീതെ ഇട്ട് കൊടുത്താലും മതിയാകും. ശരി, നമുക്കിനി ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ റിങ് ഇറക്കി വെച്ചിട്ട് ആണ് ഇങ്ങനെ ബേക്ക് ചെയ്യുന്നത്. എനിക്കിതാകാനായിട്ടൊരു 45 മിനിറ്റ്സ് വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് കൂളാവണം കേട്ടോ. ഏകദേശം അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് കൂളായിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിരുന്ന് കൂളാകട്ടെ. നമുക്കിനി ഇതിനൊരു സോസ് കൂടെ തയ്യാറാക്കണം. ഒരു കസ്റ്റേർഡിലെ ഒരു സോസാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ്, സോറി. അത് നന്നായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് 1 കപ്പ് പാൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര കൂടുതൽ വേണമെന്നവർക്ക് ഇടാം. ഞാൻ കുറച്ചാണ് ഇട്ടത്, കാരണം ഓൾറെഡി അതിൽ പഞ്ചസാര ഉണ്ടല്ലോ. ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ അത് കട്ടിയായിട്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ഒരു ലൂസ് കൺസിസ്റ്റൻസി മതിയാകും. അപ്പോൾ നന്നായിട്ട് തണുത്ത ബ്രെഡ് പുഡിങ്ങിനെ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓരോ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് ഇനി വേറെ ഉണ്ടാവില്ല. അത്രയ്ക്ക് സിമ്പിൾ ആൻഡ് വെരി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. പിന്നെ ഇത് കട്ട് ചെയ്ത് ഈ സോസോട് ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് വിളമ്പാറാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് മെല്ലെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് മുറിച്ച് കഴിച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയ ഒത്തിരി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.